10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് പാഠഭാഗങ്ങളിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചാപ്റ്റർ 9 രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും, പൗരബോധം, സമൂഹശാസ്ത്രം എന്തിന് ഈ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. രാഷ്ട്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് നിക്കോളോ മാക്കിവെല്ലി. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം. സമുദ്ര സാമീപ്യമുള്ള രാജ്യങ്ങളുടെ തീരപ്രദേശത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ 22 കിലോമീറ്റർ 12 നോട്ടിക്കൽ മൈൽ കടലും ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായി കണക്കാക്കുന്ന മേഖല അറിയപ്പെടുന്നത് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. എത്ര മൈലാണ്? 12 നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ 22 കിലോമീറ്റർ. അത് ആ ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായിരിക്കും. അതറിയപ്പെടുന്നത് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ബാഹ്യ നിയന്ത്രണമില്ലാതെ ആഭ്യന്തര വിഷയങ്ങളിൽ തീരുമാനമെടുക്കുവാനും അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായ നിലപാടെടുക്കാനുമുള്ള രാഷ്ട്രത്തിൻ്റെ പൂർണ്ണമായ അധികാരം അറിയപ്പെടുന്നത് പരമാധികാരം. രാഷ്ട്രത്തിൻ്റെ സമ്പൂർണവും അപരിമിതവും അവിഭാജ്യവുമായ അധികാരം ഏതാണ്? പരമാധികാരം. സുഡാൻ വിഭജിച്ച് 2011 രൂപീകൃതമായ രാഷ്ട്രം ദക്ഷിണ സുഡാൻ. ഐക്യരാഷ്ട്രസഭയിൽ അംഗമായ 193ാമത് രാജ്യം ദക്ഷിണ സുഡാൻ. രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്ന് പറഞ്ഞത് ജെർമി ബന്താം. ക്ഷേമരാഷ്ട്രം എന്ന ആശയം മുൻനിർത്തി ഒരു രാഷ്ട്രത്തിൻ്റെ ചുമതലകളെ എത്രയായി തിരിക്കാം? രാഷ്ട്രത്തിൻ്റെ ചുമതലകളെ 2ആയി തിരിക്കാം. നിർബന്ധിത ചുമതലയും വിവേചനപരമായ ചുമതലയും. രാഷ്ട്രത്തിൻ്റെ 2 തരം ചുമതലകളാണ് നിർബന്ധിത ചുമതലയും വിവേചനപരമായ ചുമതലയും. ഏതൊക്കെയാണ് നിർബന്ധിത ചുമതലകൾ? അതിർത്തി സംരക്ഷണം, ആഭ്യന്തര സമാധാനം, അവകാശ സംരക്ഷണം, നീതി നടപ്പാക്കൽ ഇവ നിർബന്ധിത ചുമതലകളിൽ പെടുന്നു. വിവേചനപരമായ ചുമതലകൾ ഏതൊക്കെയാണ്? ആരോഗ്യ സംരക്ഷണം നൽകുക, വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, ഗതാഗത സൗകര്യം ഒരുക്കുക. ഇവയെല്ലാം വിവേചനപരമായ ചുമതലയാണ്. പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന രാഷ്ട്രം അറിയപ്പെടുന്നത് ക്ഷേമരാഷ്ട്രം. ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന വകുപ്പ് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം 4. രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. രാഷ്ട്രം ദൈവ സൃഷ്ടിയാണ്. രാജാവ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. ദൈവത്തോട് മാത്രമേ രാജാവിന് കടപ്പാടുള്ളൂ. ഇത് അറിയപ്പെടുന്നത് ദൈവദത്ത സിദ്ധാന്തം. അപ്പോൾ ഒന്നാമത്തെ ഏതാണ്? ദൈവദത്ത സിദ്ധാന്തം. 2. രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണ്. സാമൂഹിക പരിണാമ പ്രക്രിയയിലൂടെ ഫലമായി രൂപം കൊണ്ടു. ഈ സിദ്ധാന്തം അറിയപ്പെടുന്നത് പരിണാമ സിദ്ധാന്തം. രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണ്. സാമൂഹിക പരിണാമ പ്രക്രിയയിലൂടെ ഫലമായി രൂപം കൊണ്ടു എന്നുള്ളത് പരിണാമ സിദ്ധാന്തം. ജനങ്ങൾ രൂപം നൽകിയ ഒരു കരാറിലൂടെ രാഷ്ട്രം നിലവിൽ വന്നു. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി അവർ രാഷ്ട്രത്തിന് രൂപം നൽകി. ഈ സിദ്ധാന്തം അറിയപ്പെടുന്നത് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം. അടുത്തത്
ശക്തരായവർ ദുർബലരായവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതിലൂടെ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. ഇത് ശക്തി സിദ്ധാന്തം. ഇങ്ങനെ 4 രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളാണുള്ളത്. രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളിൽ ഏറ്റവും സ്വീകാര്യമായത് പരിണാമ സിദ്ധാന്തമാണ്. എന്താണ് പരിണാമ സിദ്ധാന്തം? രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണ്, സാമൂഹിക പരിണാമ പ്രക്രിയയുടെ ഫലമായി രൂപമെടുത്തു. ഇന്ന് രാഷ്ട്രങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് ദേശരാഷ്ട്രങ്ങൾ എന്ന പേരിലാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിക്കും ആ രാഷ്ട്രത്തിലെ ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവകാശമുള്ളത് ആർക്കാണ്? ഇന്ത്യൻ പൗരന് മാത്രം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏകപൗരത്വം. ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ബ്രിട്ടൻ. ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. പൗരത്വം ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 1955. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 1955. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വച്ചത് LM സിംഗ്വി കമ്മിറ്റി. പൗരത്വം നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്? സ്വാഭാവിക പൗരത്വവും ആർജിത പൗരത്വവും. രാഷ്ട്രീയ അവകാശങ്ങൾ ഏതൊക്കെയാണ്? വോട്ട് ചെയ്യുവാനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം. വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ലാറി ബേക്കർ. ലാറി ബേക്കർ അന്തരിച്ചത് 2007. രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ. രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന അരിസ്റ്റോട്ടിലിൻ്റെ കൃതിയാണ് പൊളിറ്റിക്സ്. രാഷ്ട്രത്തെ സമഗ്രമായി വിശകലനം ചെയ്ത ആദ്യ കൃതി പൊളിറ്റിക്സ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ഇങ്ങനെ പറഞ്ഞത് പ്ലേറ്റോ. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് സ്വജീവിതം ഉഴിഞ്ഞുവെച്ച വ്യക്തി കല്ലേൽ പൊക്കുടൻ. മംഗലാപുരത്തിനടുത്തുള്ള ന്യൂ പദപ്പ ഗ്രാമത്തിൽ പഞ്ചായത്ത് സ്കൂൾ സ്ഥാപിച്ച് ആയിരക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസാവസരം നൽകിയ, തെരുവിൽ ഓറഞ്ച് കച്ചവടവും നടത്തിയിരുന്ന വ്യക്തി ഹജ്ജബ്ബ. പൗരബോധം രൂപപ്പെടുന്ന പ്രധാന ഘടകങ്ങൾ കുടുംബം, വിദ്യാഭ്യാസം, സാമൂഹിക വ്യവസ്ഥ, സംഘടനകൾ, രാഷ്ട്രീയ വ്യവസ്ഥ. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 21A. വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86-ാം ഭരണഘടനാ ഭേദഗതി 2002. പാർലമെൻറ്റ് വിദ്യാഭ്യാസാവകാശ നിയമം പാസ്സാക്കിയത് 2009 ആഗസ്റ്റ് 26. വിദ്യാഭ്യാസാവകാശ നിയമം പാസ്സാക്കിയത് 2009 ആഗസ്റ്റ് 26. പാർലമെൻറ്റ് പാസ്സാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. നാലുകെട്ട് എന്ന നോവൽ രചിച്ചത് MT വാസുദേവൻ നായർ. മനുഷ്യജീവിതത്തിൻ്റെ സാമൂഹിക വശങ്ങളെക്കുറിച്ച് നടത്തുന്ന ശാസ്ത്രീയ പഠനം സമൂഹശാസ്ത്രം.
നായർ മേധാവിത്വത്തിൻ്റെ പഠനം എന്ന ഗവേഷണ പഠനം നടത്തിയത് റോബിൻ ജെഫ്രി. സാമ്പത്തിക വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള പഠനം സാമ്പത്തിക ശാസ്ത്രം. കഴിഞ്ഞ കാലത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമുള്ള അന്വേഷണം ചരിത്രം. രാഷ്ട്രത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചുമുള്ള പഠനം രാഷ്ട്രതന്ത്രശാസ്ത്രം. മനുഷ്യ ഉത്ഭവത്തെക്കുറിച്ചും വംശീയ പരിശോധനയെക്കുറിച്ചുമുള്ള പഠനം നരവംശശാസ്ത്രം. മനുഷ്യ മനസ്സിനെക്കുറിച്ചും മാനസികാവസ്ഥകളെക്കുറിച്ചുമുള്ള പഠനം മനഃശാസ്ത്രം. മനുഷ്യനും സാമൂഹിക ചുറ്റുപാടും തമ്മിലുള്ള ബന്ധം സമഗ്രമായി പഠനവിധേയമാക്കുന്ന മേഖല സമൂഹശാസ്ത്രം. 19-ാം നൂറ്റാണ്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് വിപ്ലവയുഗം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് 1688, ഫ്രഞ്ച് വിപ്ലവം 1789, ചൈനീസ് വിപ്ലവം 1911, റഷ്യൻ വിപ്ലവം 1917. സമൂഹശാസ്ത്രം ഉത്ഭവിച്ചത് പടിഞ്ഞാറൻ യൂറോപ്പിലാണ്. സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് അഗസ്റ്റ് കോംറ്റെ. ജീവിതശാസ്ത്രപരമായ പരിണാമം പോലെ തന്നെ മനുഷ്യ സമൂഹവും വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ പരിണമിച്ചാണ് ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നത്. ഇങ്ങനെ പറഞ്ഞത് ഹെർബർട്ട് സ്പെൻസർ. ഇന്ത്യയിൽ സമൂഹശാസ്ത്ര പഠനം ആരംഭിച്ചത് 20-ാം നൂറ്റാണ്ടിൽ. ആദ്യത്തെ സമൂഹശാസ്ത്ര പൗരവകുപ്പ് ആരംഭിച്ച സർവകലാശാല ബോംബെ. സാമൂഹിക വിഷയത്തേക്കാൾ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു പഠനരീതി സർവേ. തിരഞ്ഞെടുത്ത നിശ്ചിത എണ്ണം ആളുകളിൽ നിന്ന് നടത്തുന്ന വിവരശേഖരണം സാമ്പിൾ സർവേ. ഫീൽഡ് വർക്ക് എന്നറിയപ്പെടുന്നത് പങ്കാളിത്ത നിരീക്ഷണം. ആദിമ സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് ഉപയോഗിച്ചിരുന്ന രീതിയാണ് പങ്കാളിത്ത വിശകലനം. അപൂർവവും വേറിട്ടതുമായ സാമൂഹിക പ്രതിഭാസങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കാൻ ഉപയോഗിക്കുന്നത് കേസ് സ്റ്റഡി.